തിരുവചനം തിരുവചനം. ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, എഫേസൂസ് ലേഖനം അധ്യായം 1 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിച്ച ദൈവമക്കളായിട്ട് ഈ ഭൂമിയിൽ നാം എല്ലാവരും അനുഗ്രഹത്തോടെ വാഴണം എന്നുള്ളതാണ് യേശുക്രിസ്തുവിൽ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹ പദ്ധതി. എഫേസൂസ് 1:4 ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ നിഷ്കളങ്കരും പരിശുദ്ധരുമായിരിക്കേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തു യേശുവിൽ തിരഞ്ഞെടുത്തു. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹ പദ്ധതി വളരെ വ്യക്തമായിട്ട് വചനം പറയുന്നു. നാം എല്ലാം സ്നേഹത്തിൽ നിറവ് പ്രാപിച്ച ദൈവമക്കളായിട്ട് തീരണം. ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് നമ്മൾക്കറിയാം. ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ ഫലമായിട്ട് വേദപുസ്തകം പറയുന്നത് സ്നേഹം തന്നെയാണ്. കൊറിന്തോസ് ലേഖനം നിങ്ങൾ വായിച്ചു കാണും. 13-ാം അധ്യായം സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ് 14-ാം അധ്യായം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഒരൊറ്റ സെൻറ്റൻസിൽ നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണെന്ന് കാച്ചി കുറുക്കി 14:1 പറയുന്നു. 1 Corinthians chapter 14 verse 1. അതിങ്ങനെയാണ്: സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ ഒന്നിനും ആഗ്രഹം വരില്ല. കാരണം ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്, വചനം പറയുന്നു, സ്വന്തം ഛായയിൽ ദൈവം നമ്മെ സൃഷ്ടിച്ചു, സാദൃശ്യത്തിൽ. എന്താണ് ദൈവത്തിൻ്റെ ഛായ, ദൈവത്തിൻ്റെ സാദൃശ്യം, ദൈവ സ്വഭാവം? വേദപുസ്തകം പറയുന്നു ദൈവം സ്നേഹമാകുന്നു. അപ്പോൾ സ്നേഹിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കുമ്പോൾ നാം വചനം പറയുന്നത് പോലെ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹ പദ്ധതിയുടെ പരിപൂർണതയിൽ നാം എത്തിച്ചേരും. എന്നാൽ എങ്ങനെ സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കാനായിട്ട് പറ്റുക? ഈ യാത്രയിൽ അനേകർക്ക് യാത്ര ദുഷ്കരമായിട്ട് തീരാൻ കാരണം എന്താണ്? അനേകം തടസ്സങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതിലൊരു വിഷയത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ആ ചോദ്യം ഇതാണ്. ഞാൻ ഈ വിഷയം തന്നെ തുടരുന്നു. ആ ചോദ്യം മനുഷ്യകുലം കാലാകാലങ്ങളായിട്ട് ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെ: നിന്റെ മനസ്സാക്ഷിയെ കഴുകി വിശുദ്ധീകരിക്കാൻ ആർക്ക് കഴിയും? മനുഷ്യപ്രകൃതിയിൽ എത്ര ശ്രമിച്ചാലും നമുക്ക് തെറ്റുകൾ, കുറ്റങ്ങൾ വന്നു പോകുന്നു. എന്നാൽ വേദപുസ്തകം നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന തെറ്റുകൾ, കുറ്റങ്ങൾ നമ്മുടെ ഹൃദയത്തെ ഭാരപ്പെടുത്തി പിശാചിന് അവസരം കൊടുക്കാതിരിക്കുന്നതിന് യേശുക്രിസ്തുവിൽ നമുക്ക് ഒരു വിടുതൽ മാർഗം നിർദ്ദേശിച്ച് നൽകിയിട്ടുണ്ട്. ഞാനിതേക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്, വർഷങ്ങൾക്ക് മുൻപ് ഞാൻ സഭയിലൊക്കെ ചേരുന്നതിന് മുൻപ് ഞാൻ കണ്ട ഒരു ചലച്ചിത്രമാണ്. അതിൻ്റെ ഇതിവൃത്തം ഇങ്ങനെയാണ്: ഒരു ടീ എസ്റ്റേറ്റ്, ഒരു തേയിലത്തോട്ടം. അനേകം തൊഴിലാളികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ നേതൃത്വം നൽകുന്ന ഒരു എസ്റ്റേറ്റ് മാനേജറുണ്ട്, മേൽനോട്ടം വഹിക്കുന്ന ഒരു എസ്റ്റേറ്റ് മാനേജർ. അദ്ദേഹം നല്ല മനുഷ്യനാണ്, എല്ലാവരോടും ഔദാര്യത്തോടെ സ്നേഹത്തോടെ പെരുമാറുന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളി, അദ്ദേഹം അവധിക്കായിട്ട് സ്വന്തം ഗ്രാമത്തിലേക്ക് പോയി. തിരിച്ചു വരുന്നത് വിവാഹിതനായിട്ടാണ്. ഒരു സുന്ദരിയായ പെൺകുട്ടിയെ അദ്ദേഹത്തിന് ജീവിത പങ്കാളിയായിട്ട് ലഭിച്ചു. അദ്ദേഹം തിരിച്ചു വന്നു. വീണ്ടും ആ തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്ത് രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിക്കുന്നു. അതിനിരിക്കുന്ന അവസരത്തിലാണ് ഒരിക്കൽ ഈ എസ്റ്റേറ്റ് മാനേജറിന് ഈ പെൺകുട്ടിയെ കണ്ടപ്പോൾ ഹൃദയത്തിൽ ഒരിഷ്ടം തോന്നി. അത് വഴിതെറ്റി അഭിലാഷമായിട്ട് തീർന്നു. ഇങ്ങനെയാണ് സംഭവിച്ചത്. ഒരു ദിവസം അവർ രണ്ടുപേരും ശരീരത്തിൽ തെറ്റ്, പാപം ചെയ്തു. അവളുടെ ഭർത്താവ് ഇതറിഞ്ഞു. അത് അദ്ദേഹത്തിന് വലിയ ഹൃദയവേദനയ്ക്ക്, സങ്കടത്തിന്, ദുഃഖത്തിന് കാരണമായിട്ട് തീർന്നു. അന്ന് വൈകുന്നേരം സംഭവിച്ച കാര്യം ഇതാണ്:
അന്ന് രാത്രി സ്വന്തം ഭാര്യ കിടന്നുറങ്ങുന്ന അവസരത്തിൽ ഈ മനുഷ്യൻ മൂർച്ചയേറിയ ഒരു ആയുധമെടുത്ത് സ്വന്തം ഭാര്യയെ വെട്ടി കൊലപ്പെടുത്തി. ഈ മനുഷ്യൻ സൂയിസൈഡ് ചെയ്തു, തൂങ്ങി മരിച്ചു. പിറ്റേന്ന് രാവിലെ വലിയൊരു ആരവം കേട്ടിയ എസ്റ്റേറ്റ് മാനേജർ അദ്ദേഹം പുറത്തേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ആ തൊഴിലാളിയുടെ വീടിന് ചുറ്റും അനേകം പേര് കൂടി നിൽക്കുന്നുണ്ട്. അദ്ദേഹം അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ആ മനുഷ്യൻ ജീവിതം അവസാനിപ്പിച്ചു, സൂയിസൈഡ് ചെയ്തു. അതോടെ ഈ എസ്റ്റേറ്റ് മാനേജറിൻ്റെ മനസ്സിൽ വല്ലാത്ത ഭാരം അനുഭവപ്പെട്ടു. ആർക്കും കാരണം എന്താണെന്ന് ആർക്കും അറിയത്തില്ല. അതിനുശേഷം ഈ മനുഷ്യനോട് നിൽക്കുക എന്നുള്ളത് അസാധ്യമായിട്ട് തീർന്നു. മനസാക്ഷി അദ്ദേഹത്തെ ശക്തമായിട്ട് ഭാരപ്പെടുത്താനായിട്ട് ആരംഭിച്ചു. കണ്ണടച്ചാൽ കാണുന്ന കാഴ്ച ഇതാണ്. അദ്ദേഹം മൂലം ജീവൻ നഷ്ടപ്പെട്ട 2 പേര്. ഒരാൾ ജീവിതം അവസാനിപ്പിച്ചു, മറ്റൊരാൾ കൊല ചെയ്യപ്പെട്ടു. ഏതായാലും ഈ ചലച്ചിത്രത്തിൻ്റെ ആദ്യ ഭാഗം ഇങ്ങനെ അവസാനിക്കുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അവിടെ തുടരുക എന്നുള്ള അസാധ്യമായിട്ട് തീർന്നു, ദുസ്സഹമായിട്ട് തീർന്നു. ഭ്രാന്ത് പിടിച്ചവനെ പോലെയായി എസ്റ്റേറ്റ് മാനേജർ. അദ്ദേഹം ഒരു വശത്ത് നല്ലൊരു മനുഷ്യനായിരുന്നു, പക്ഷെ ജഡത്തിൻ്റെ ബലഹീനതയിൽപ്പെട്ട് പാപം ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് 2 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അത് അദ്ദേഹത്തെ ഹൃദയത്തെ ശക്തമായിട്ട് ഭാരപ്പെടുത്തി. ഈ 2ാം ഭാഗം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. 2ാം ഭാഗം ആരംഭിക്കുമ്പോൾ ഈ മനുഷ്യൻ കാണുന്നത് മദ്യശാലയിലാണ്. ഈ പാപഭാരം, കുറ്റബോധത്തിന് രക്ഷ പ്രാപിക്കണം. പിന്നെ അദ്ദേഹത്തെ കാണുന്നത് ഇഷ്ടംപോലെ മദ്യപിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ്. നിങ്ങൾക്കറിയാം, മദ്യപിക്കുമ്പോൾ അല്പം നേരത്തേക്ക് ഈ കാര്യങ്ങളൊക്കെ മറന്നു പോകും. പക്ഷെ മദ്യത്തിൻ്റെ ആ സ്വാധീനം വിട്ടു പോകുമ്പോൾ വീണ്ടും ആ മനുഷ്യന് മുൻപിൽ തെളിയുന്ന 2 രൂപങ്ങളാണ്. ഒന്ന്, അദ്ദേഹം മൂലം ജീവൻ നഷ്ടപ്പെട്ട ആ തൊഴിലാളിയും കൊല ചെയ്യപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഭാര്യയും. കുറേ നാൾ കഴിയുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി മദ്യപാനത്തിനെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. പിന്നെ നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് വായനശാലയിലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അനേക സിദ്ധാന്തങ്ങളുണ്ട്. നന്മയെ തിന്മയായിട്ട് ചിത്രീകരിക്കുന്ന, തിന്മയെ നന്മയായിട്ട് ചിത്രീകരിക്കുന്ന അനേക സിദ്ധാന്തങ്ങൾ. ആ പുസ്തകങ്ങളൊക്കെ വായിച്ച് അദ്ദേഹം സ്വന്തം പ്രവൃത്തിയെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം സ്വയം ആശ്വസിക്കാൻ ശ്രമിച്ചു. ഇങ്ങനെയൊക്കെ എത്രയോ ലോകത്ത് നടക്കുന്നുണ്ട്, അതിൻ്റെ പേരിൽ ഇവർ ജീവിതം അവസാനിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു എന്ന് പറഞ്ഞ് സ്വന്തം പ്രവൃത്തിയെ ന്യായീകരിക്കാൻ ഈ വിചിത്ര നവീന സിദ്ധാന്തങ്ങളുടെ വെളിച്ചത്തിൽ അദ്ദേഹം പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ എല്ലാം പരാജയപ്പെട്ടു. താൽക്കാലിക ആശ്വാസം കിട്ടുന്നു. വീണ്ടും മനസാക്ഷി അദ്ദേഹത്തെ ഭാരപ്പെടുത്തി. അദ്ദേഹത്തിന് മനസ്സിലായി നവീന സിദ്ധാന്തങ്ങൾക്കൊന്നും എന്നെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞ പിന്നെ ആ മനുഷ്യൻ നമ്മൾ കാണുന്നത് ഒരു ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ്. ഒരു ആരോ പറഞ്ഞു കാണും, എല്ലാ മതങ്ങളിലും പാപത്തിന് പരിഹാരം ചെയ്യുന്ന കർമാനുഷ്ഠാനങ്ങളുണ്ട്. താങ്കൾ ക്ഷേത്രത്തിൽ പോയി ഈശ്വര സന്നിധിയിൽ പോയാൽ താങ്കൾക്ക് ആശ്വാസം കിട്ടും. അങ്ങനെ ആ മനുഷ്യൻ നമ്മൾ കാണുന്നത് ഭാരതത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രത്തിന് മുൻപിലാണ്. ക്ഷേത്രത്തിൻ്റെ പ്രത്യേകം നിങ്ങൾക്കറിയാം, ചെരുപ്പ് ധരിച്ച് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അനുവാദമില്ല. ഇദ്ദേഹം ക്ഷേത്രത്തിന് മുൻപിലേക്ക് വന്നപ്പോൾ പ്രവേശന കവാടത്തിനടുത്ത് ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ട്, ചെരുപ്പ് കാവൽക്കാരിയാണ്. നിങ്ങൾക്ക് ചെരുപ്പ് അവിടെ അഴിച്ചു വയ്ക്കാം, തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ചെരുപ്പ് തിരിച്ചു ലഭിക്കും, 25 പൈസ പ്രതിഫലമായിട്ട് കൊടുക്കണം. അങ്ങനെ അദ്ദേഹം അവിടെ ചെന്നു ചെരുപ്പ് അവിടെ അഴിച്ചു വെച്ചു, ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു. കുറേ സമയം ക്ഷേത്രത്തിൽ അദ്ദേഹം പ്രാർത്ഥനയിൽ ചിലവഴിക്കുന്നുണ്ട്. അവിടെ നടക്കുന്ന കർമാനുഷ്ഠാനങ്ങളിൽ അദ്ദേഹം പങ്കുചേരുന്നുണ്ട്. അല്പം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു സമാധാന സന്തോഷം നമുക്ക് കാണാനായിട്ട് പറ്റും. അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വരുന്നു. തിരിച്ചു വന്ന് സ്വന്തം ചെരുപ്പെടുത്ത് കാലിൽ ധരിക്കുന്നു. പിന്നെ അദ്ദേഹം പോക്കറ്റിൽ കൈയിട്ട് ഒരു 25 പൈസ നാണയം എടുത്ത് ആ സ്ത്രീക്ക് പ്രതിഫലമായിട്ട് കൊടുക്കാനായിട്ട് ഇങ്ങനെ വെച്ച് നീട്ടുന്ന സമയത്ത് പെട്ടെന്ന് അയാളിങ്ങനെ പകച്ച് പുറകോട്ട് പിന്മാറുന്നുണ്ട്. കാരണം അദ്ദേഹം നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ആ സ്ത്രീയല്ല കാണുന്നത്. നേരത്തെ വരുമ്പോൾ തല കുമ്പിട്ടിരുന്ന ആ സ്ത്രീ തല ഉയർത്തി ഇദ്ദേഹത്തെ ദയനീയഭാവത്തിൽ നോക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം കാണുന്നത് അദ്ദേഹം മൂലം അദ്ദേഹം ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ട് വെട്ടേറ്റ് മരിച്ച ആ സ്ത്രീ മുഖത്ത് വലിയൊരു പാടുമായിട്ട് ദയനീയഭാവത്തിൽ ഈ മനുഷ്യനിങ്ങനെ നോക്കി നിൽക്കുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് കണ്ട് വിവരിക്കാനാകാത്തൊരു മാനസിക ഭാവത്തോടെ, ഒരുപക്ഷെ മ്ലാനഭാവത്തോടെ തിരിച്ചു നടക്കുന്ന മനുഷ്യനെ അവതരിപ്പിച്ച് ഈ ചലച്ചിത്രം അവസാനിക്കുന്നു. ഇത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടൊരു ചലച്ചിത്രമാണ്. കാരണം എന്താണെന്നറിയാമോ? ഈ ചലച്ചിത്രം ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം അന്വേഷിക്കുന്നുണ്ട്. ആ ചോദ്യം ഇതാണ്: നിൻ്റെ മനസാക്ഷിയെ, നിൻ്റെ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന നിൻ്റെ മനസാക്ഷിയെ കഴുകി ശുദ്ധീകരിക്കാൻ ആർക്ക് കഴിയും? മദ്യം പരാജയപ്പെട്ടു, നവീന സിദ്ധാന്തങ്ങൾ പരാജയപ്പെട്ടു, കർമാനുഷ്ഠാനങ്ങൾ പരാജയപ്പെട്ടു.
യഥാർത്ഥ സമാധാനം അനുഭവിക്കാതെ മ്ലാനഭാവത്തോടെ ആ മനുഷ്യൻ വീണ്ടും തിരിച്ചു നടക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, എൻ്റെ ചോദ്യം ഇതാണ്: ഈ മനുഷ്യന് ന്യായീകരണമുണ്ടോ, നീതീകരണമുണ്ടോ? ഇതാണ് ചോദ്യം. ഉത്തരം ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാകാം. ഈ മനുഷ്യന് തീർച്ചയായിട്ടും ന്യായീകരണമുണ്ട്, നീതീകരണമുണ്ട്. ആരുടെ നാമത്തിലാണ്? യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. കഴിഞ്ഞ ക്ലാസ്സുകൾ ശ്രദ്ധിച്ചെങ്കിലാണ് കൃത്യമായിട്ടും അതിൻ്റെ അടിസ്ഥാനം മനസ്സിലാവുകയുള്ളൂ. എന്താണ് ഈ മനുഷ്യൻ നീതീകരണം ഉണ്ടെന്ന് പറയാൻ കാരണം? ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ചില സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരാം. നമുക്കറിയാം, ഈ മനുഷ്യൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ട് ഈ മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്താണ്? വധശിക്ഷയാണ്. വേദപുസ്തകം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു നിന്റെ പാപങ്ങൾക്ക് പരിഹാര ബലിയായിട്ട് കാൽവരി മലയിൽ ആ മാക്സിമം പണിഷ്മെൻറ്റ്, വധശിക്ഷ ഏറ്റെടുത്തു. നിനക്ക് പകരക്കാരനായിട്ട് ക്രിസ്തു മരിച്ചു. നിന്റെ കടം ക്രിസ്തു ക്രൂശിൽ വീട്ടി തീർത്തു. ഇതറിയാവുന്ന ഒരു വ്യക്തി, ആ വചനം കേൾക്കുന്ന വ്യക്തി പിതാവായ ദൈവത്തിലേക്ക് നോക്കുന്നു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറയും, ദൈവമേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഞാൻ ബോധപൂർവമല്ല, ഇവരുടെ മരണത്തിന് ഞാൻ നേരിട്ട് ഉത്തരവാദിയല്ല. പക്ഷെ എന്നാലും ദൈവം എൻ്റെ പ്രവൃത്തിയുടെ അനന്തരഫലമായിട്ടാണ് അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. അത് തിരിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് എൻ്റെ മനസാക്ഷി ഭാരപ്പെട്ടിരിക്കുന്നു. സ്വർഗീയ അപ്പച്ചൻ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഞാൻ ശിക്ഷയ്ക്ക് അർഹനാണ്. എന്നാൽ ഞാൻ ഈ വചനം കേട്ടു, ക്രിസ്തു ഭൂമിയിൽ വന്ന് എനിക്ക് പകരക്കാരനായിട്ട് ഞാൻ അനുഭവിക്കേണ്ട ശിക്ഷ ഏറ്റെടുത്തു. അതുകൊണ്ട് സ്വർഗീയ അപ്പച്ച, ആ യേശുനാമത്തിൽ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ ആ മനുഷ്യന് ഉള്ളിൽ വലിയ സമാധാനം, സന്തോഷം അനുഭവിക്കാനായിട്ട് പറ്റും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്തുവിലേക്ക് നോക്കി ആശ്വാസം പ്രാപിച്ചില്ലെങ്കിൽ ആ മനുഷ്യൻ്റെ അവസ്ഥ എന്താകും? ഒന്നുകിൽ നിരാശയിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ പണ്ടത്തേക്കാൾ ഹൃദയത്തെ കഠിനമാക്കി ലൗകിക മനുഷ്യനായിട്ട് ജീവിക്കേണ്ടതായിട്ട് വരും. ക്രിസ്തു നാമത്തിൽ ദൈവം നിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തിട്ടുണ്ട്. ചിലർക്ക് സംശയം തോന്നുമായിരിക്കും, ഇത് വളരെ ഒരു സിമ്പിളായിട്ടുള്ള ചീപ്പായിട്ടുള്ളൊരു ഗ്രേസ് ആണോ എന്ന് തോന്നും. ക്രിസ്തു ആണ് ക്രൂശിൽ നിൻ്റെ പാപത്തിന് പരിഹാര ബലിയായിട്ട് തീർന്നത്. കൃപയുടെ അടിസ്ഥാനം ഞാൻ പറഞ്ഞു, യേശു പൂർത്തിയാക്കിയ കാര്യങ്ങളാണ്. വില അവൻ കൊടുത്തിട്ടുണ്ട്, നിനക്ക് സൗജന്യമായിട്ട് കിട്ടുന്നു. അപ്പോൾ ചിലർക്ക് തോന്നുമായിരിക്കും, അങ്ങനെയാണെങ്കിൽ ഇഷ്ടംപോലെ പാപങ്ങൾ ചെയ്യുക, എൻ്റെ കുമ്പസാരത്തിൽ ഏറ്റു പറയുക, യേശുനാമത്തിൽ പാപക്ഷമ ചോദിക്കുക, വീണ്ടും പഴയ പോലെ ജീവിക്കുക. അങ്ങനെയല്ല ഇതിൻ്റെ അർത്ഥം. നിങ്ങൾക്കറിയാം, ഈ വ്യക്തി പറയുന്നത്, ദൈവത്തോട് പറയുന്നത് എന്താണ്? എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ യേശുവിനെ നാഥനും രക്ഷകനുമായിട്ട് സ്വീകരിക്കുന്നു. ഇനി എന്നെ നയിക്കുന്നത് ക്രിസ്തുവിൻ്റെ അരൂപിയാണ്, ആത്മാവാണ്. അതുകൊണ്ട് ഞാനിതിന് സെക്കൻഡ് പാർട്ട് പറയാണ്. എന്നാൽ നിങ്ങൾക്കതിൻ്റെ ഡെപ്ത് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ഭാവനയിൽ പറയുന്നതാണ്. അപ്പോൾ ഈ മനുഷ്യൻ അതിനുശേഷം ഒരു വചന കൂടാരത്തിലേക്ക് ചെന്നു, ഹൃദയഭാരത്തോടെ ചെന്നു. ക്രിസ്തു കാൽവരി മലയിൽ എൻ്റെ പാപത്തിന് പരിഹാര ബലിയായി തീർന്നു എന്ന വചനം കേട്ട് ഹൃദയത്തിൽ ആശ്വാസം പ്രാപിച്ചു. അവൻ പറഞ്ഞു, ദൈവമേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. ക്രിസ്തു നാമത്തിൽ എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചതിന് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് പാപക്ഷമ സ്വീകരിച്ച് സമാശ്വാസം പ്രാപിച്ച് അദ്ദേഹം അവിടെ ആ വചന കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്ത് ജീവിക്കുന്നു. അങ്ങനെ കുറച്ച് നാളുകൾ കടന്നുപോയി. അപ്പോൾ ഒരു ദിവസം പത്രം എടുത്ത് വായിച്ചപ്പോൾ അതിനകത്തൊരു വാർത്ത വന്നിരിക്കുന്നു. കഴിഞ്ഞൊരു വർഷം മുൻപാണ് ഒരാൾ സൂയിസൈഡ് ചെയ്തു, ഒരാൾ കൊല ചെയ്യപ്പെട്ടു. എൻ്റെ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഉത്തരവാദി ആരാണ്? അങ്ങനെ അന്വേഷണങ്ങൾ നടന്ന അവസാനം പോലീസ് നിഷ്കളങ്കനായൊരു മനുഷ്യനെ മേൽ ആ കുറ്റം ആരോപിച്ചു. നാളെ ആ മനുഷ്യനെ കോടതിയിൽ ഹാജരാക്കും. തെളിവുകൾ ഒരുപക്ഷെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, എല്ലാം അദ്ദേഹത്തിനെതിരാണ്. ഒരു നിഷ്കളങ്കനായിട്ടുള്ള മനുഷ്യൻ ഈ സംഭവത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരും. അദ്ദേഹം പത്രത്തിൽ അത് വായിച്ചു. ഇപ്പം എന്താ സംഭവിക്കുക? അവിടെ ഇദ്ദേഹം പറയും, ശരിയാവോ, ഇത് ഞാൻ അതിനകത്ത് ദൈവം എൻ്റെ പാപങ്ങളൊക്കെ ക്ഷമിച്ചതാണ്, എനിക്കിനി ഒന്നും ചെയ്യാനായിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ സമാധാനത്തോടെ ജീവിക്കുകയല്ലേ ചെയ്യുക. ആ മനുഷ്യൻ പറയും, ഞാനാണ് അതിന് ഉത്തരവാദി. അദ്ദേഹം കോടതിയിൽ ചെല്ലും. എന്നിട്ട് പറയും, നേരിട്ട് ഞാൻ അവരുടെ മരണത്തിന് ഉത്തരവാദിയല്ല, പക്ഷേ പരോക്ഷമായിട്ട് ഞാൻ ചെയ്ത പ്രവൃത്തി മൂലമാണ് അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. ഈ മനുഷ്യൻ നിഷ്കളങ്കനായിട്ടുള്ള മനുഷ്യനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ സ്നേഹത ആവശ്യപ്പെടും. അതിൻ്റെ മറുഭാഗം നിങ്ങൾ അറിഞ്ഞിരിക്കണം. യേശുവിനെ നാഥൻ രക്ഷകനായി സ്വീകരിച്ച മനുഷ്യന് ഇയാൾക്ക് പകരം മറ്റൊരാൾ ശിക്ഷ അനുഭവിക്കുന്നതെന്ന് അറിയുമ്പോൾ അത് ഹൃദയത്തിൽ താങ്ങാനായിട്ട് പറ്റില്ല. ആ മനുഷ്യൻ ചെന്ന് ആ കുറ്റം ഏറ്റുപറയുകയും അതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങുകയും ചെയ്യും. അങ്ങനെ അദ്ദേഹത്തെ നിങ്ങൾ മനസ്സിൽ കാണുക, ജയിൽ ശിക്ഷയ്ക്കായിട്ട് വിധിച്ചു ഒരു 5 വർഷം കഠിന തടവിന്. ബോധപൂർവം കൊല ചെയ്തതല്ലല്ലോ, അതുകൊണ്ട് 5 വർഷത്തെ കഠിന തടവ്. 5 വർഷം അദ്ദേഹം എവിടെ ജീവിക്കുന്നു? ജയിലിൽ ജീവിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, വചനകൂടാരത്തിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന നല്ലത് തന്നെ.
പക്ഷെ അതിനേക്കാൾ വിശേഷപ്പെട്ടതാണ് ജയിലിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുക എന്നുള്ളത്. ആ ജയിലിൽ അദ്ദേഹം ആ ശിക്ഷാകാലം മുഴുവൻ ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച് അനുഗ്രഹത്തോടെ ജീവിക്കും. ഇത്ര കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഇത് സംഭവിക്കുന്നത് യേശുവിലേക്ക് നോക്കി എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട ആ വെളിച്ചം ഹൃദയത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ അവസ്ഥ എന്താകും? ഒരിക്കലും അദ്ദേഹത്തിന് അനുഗ്രഹത്തോടെ ഭാവി ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു എന്ന വ്യക്തി വളരെ പ്രധാനപ്പെട്ടതാണ്. ഈശോ നിനക്ക് വേണ്ടി ക്രൂശിൽ നിൻ്റെ പാപത്തിന് പരിഹാര ബലിയായിട്ട് തീർന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല. എങ്ങനെയാണ് എൻ്റെ പാപത്തിന് ക്രിസ്തു പരിഹാര ബലിയായിട്ട് തീരുന്നത്? അതിന് നിങ്ങളൊരു കാര്യം അറിഞ്ഞിരിക്കണം, വിശ്വാസത്തിലൊരു കാര്യം സ്വീകരിച്ചിരിക്കണം. ഞാനിന്ന് വായിച്ച വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ ലക്ഷ്യം സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കലാണ്. എഫേസ്യർ 1:4 ഇങ്ങനെ പറയുന്നു, ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടുന്ന് യേശു ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി? സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കുന്നതിന് വേണ്ടി. എന്ന് വെച്ചാൽ ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് ക്രിസ്തുവിലാണ്. സത്യത്തിൽ ഞാനും യേശു രണ്ടല്ല, ഒന്നാണ്. ഇത് ലോകസ്ഥാപനത്തിലെ മുൻപ് തന്നെ ദൈവ പദ്ധതിയുടെ ഭാഗമാണത്. പക്ഷെ നമുക്ക് ആ വെളിച്ചം കിട്ടിയിട്ടില്ല. ദൈവം അങ്ങനെ നമ്മളെ കാണുന്നേ. ഞാനും ക്രിസ്തുവും രണ്ടല്ല, ഒന്നാണ് എന്ന് പറയാൻ കാരണം എന്താണ്? ഒരു സംഭവം ഞാൻ വേദപുസ്തകത്തിൽ പറയാം. അതിങ്ങനെയാണ്. നിങ്ങൾക്ക് പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് അറിയാം. സൗൽ അദ്ദേഹം ഒരിക്കൽ മാനസാന്തരത്തിന് മുൻപ് ക്രൈസ്തവരെ പീഡിപ്പിക്കാൻ അനുമതി പത്രം വാങ്ങിക്കൊണ്ട് കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു മിന്നൽ പ്രകാശത്തിൽ അദ്ദേഹം നിലം പതിക്കുന്നു. ഒരു സ്വരം കേട്ടു, സൗൽ സൗൽ, എന്തുകൊണ്ട് നീ എന്നെ പീഡിപ്പിക്കുന്നു? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൗൾ യേശുവിനെ പീഡിപ്പിച്ചിട്ടില്ല, യേശുവിനെ അടിച്ചിട്ടില്ല. സൗൾ അടിച്ചത് ആരെയാണ്? ക്രിസ്തു ശിഷ്യനെയാണ്. യേശുവിൽ വിശ്വസിക്കുന്നവരെ സൗൾ പീഡിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈശോ ചോദിച്ചത് എന്താണ്? തൻ്റെ ശിഷ്യനെ അടിച്ചപ്പോൾ ഈശോ ചോദിച്ചു, സൗൾ എന്തുകൊണ്ട് നീ എന്നെ അടിക്കുന്നു? ക്രിസ്തു ശിഷ്യനെ അടിച്ചപ്പോൾ അടി കൊണ്ടത് യേശുവിനാണ്. അതെങ്ങനെ സംഭവിക്കുന്നത്? അങ്ങനെ സംഭവിക്കണമെങ്കിൽ യേശുവും യേശു ശിഷ്യനും രണ്ടല്ല, ഒന്നാണ്. അതുകൊണ്ടാണ് പറയുന്നത്, മാമുദീസായിൽ തന്നെ ക്രിസ്തു ആകുന്ന സഭാ ശരീരത്തിൻ്റെ അവയവങ്ങളായിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞു. ഒരു ശരീരത്തിൻ്റെ ഒരു അവയവത്തിന് അടി കൊള്ളുമ്പോൾ ശരീരം മുഴുവൻ വേദനിക്കുന്നുണ്ട്. ഞാനും ക്രിസ്തുവും രണ്ടല്ല, ഒന്നാണ്. അങ്ങനെ ദൈവം നമ്മളെ കാണുന്നത്. നമ്മൾ നമ്മിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ആ സബ്ജക്റ്റീവായിട്ട് അത് എപ്പോഴും അനുഭവിക്കാൻ പറ്റുന്നില്ല. ഈ കാര്യം വെളിപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാത്തിനും ഉത്തരമായി. ഞാനും യേശു രണ്ടല്ല, ഒന്നാണ്. ദൈവം അങ്ങനെയാണ് നമ്മെ കാണുന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു കാൽവരി മലയിൽ അനുഭവിച്ച വധശിക്ഷ എനിക്ക് പാപ വിടുതലിന് പരിഹാരത്തിന് കാരണമായിട്ട് തീരുന്നത്. ഞങ്ങൾ രണ്ടല്ല, ഒന്നാണ്. ഒരു പാപത്തിന് രണ്ടുപേര് ശിക്ഷ അനുഭവിക്കേണ്ട കാര്യമില്ല, ഒരാൾ അനുഭവിച്ചാൽ പോരെ. അത് ക്രിസ്തു മാക്സിമം പരമാവധി ശിക്ഷ അനുഭവിച്ചത് കൊണ്ടാണ് പ്രിയ സഹോദരങ്ങളെ ആ വ്യക്തി ദൈവത്തിലേക്ക് നോക്കി, ദൈവമേ എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ മൂലം പലർക്കും നഷ്ടം വന്നു, ഞാൻ ഈശോയുടെ നാമത്തിൽ മാപ്പ് ചോദിക്കുക, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, ഇനി ഞാൻ സ്നേഹം ആവശ്യപ്പെടുന്ന പ്രവൃത്തികൾ ചെയ്യും. ഇതാണ് ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ മാഹാത്മ്യം, രഹസ്യം എന്ന് പറയുന്നത്. മറ്റു കാര്യങ്ങളെല്ലാം അപൂർണങ്ങളാണ്. ഹല്ലേലൂയ ജീസസ്. മറ്റൊരു കാര്യം എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് ഇങ്ങനെയാണ്. അതിതുപോലെ തന്നെ ഞാൻ അതിൻ്റെ വിവിധ വശങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അനേകർക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം മനസാക്ഷി അവരെ ചില വിഷയങ്ങളിൽ അമിതമായിട്ട് ഭാരപ്പെടുത്തുന്നതുകൊണ്ടാണ്. അപ്പോൾ നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പലപ്പോഴും അറിയാതെയാണ് പല തെറ്റുകളും നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ഇങ്ങനൊരു സംഭവം ഞാൻ പത്രത്തിൽ വായിച്ചു. ഒരിക്കൽ ഒരു ഭാര്യയും ഭർത്താവും അവർ സെലിബ്രേഷനിൽ പങ്കെടുക്കാനായിട്ട് യാത്ര ചെയ്യുന്നു. കാറിലാണ് യാത്ര ചെയ്യുന്നത്. അല്പം ദൂരേക്കാണ് അവർ പോകുന്നത്. അങ്ങനെ അവർ യാത്ര ചെയ്ത് സെലിബ്രേഷൻ നടക്കുന്ന ആ സ്ഥലത്ത് ചെന്നു. അപ്പോൾ ആ സെലിബ്രേഷൻ നടക്കുന്ന ഒരു ഓപ്പൺ എയർ ഗ്രൗണ്ടിലാണ്. ഇഷ്ടംപോലെ പേരവിടെയുണ്ട്. അവർ കാർ അവിടെ നിർത്തി പാർക്ക് ചെയ്തു. ഭർത്താവ് കാറിൻ്റെ ഡോർ തുറന്നു. അപ്പോൾ ഫ്രണ്ട്സ് അവിടെ നിൽക്കുന്നുണ്ട്. ഹായ് എന്ന് പറഞ്ഞ് ഭർത്താവ് ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോയി. ഭാര്യയും കാറിൻ്റെ ഡോർ തുറന്നു. അവളുടെ കൂട്ടുകാരികൾ അവിടെ നിൽക്കുന്നുണ്ട്. അവരെ കണ്ടപ്പോൾ അവൾക്ക് സന്തോഷമായി. അവളും അവരെ കണ്ട് അവരെ അടുത്തേക്ക് പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവർ കുഞ്ഞുണ്ടായിരുന്നു. കുഞ്ഞ് ഭാര്യയുടെ മടിയിലായിരുന്നു യാത്രാ സമയത്ത്. പക്ഷെ കുഞ്ഞ് ഉറങ്ങാനായിട്ട് ആരംഭിച്ചപ്പോൾ അവർ കുഞ്ഞിനെ പുറകിലെ വലിയൊരു കാറാണ്, അതിൻ്റെ സീറ്റിൽ സ്വസ്ഥമായിട്ട് കുഞ്ഞിനോടെ കിടത്തി. ഇവരെ കാറ് പാർക്ക് ചെയ്ത് രണ്ടുപേരും ഡോർ തുറന്ന് സുഹൃത്തുക്കളുടെ അടുത്തേക്ക് പോയി. ഈ കുഞ്ഞിനെ എങ്ങനെയോ അവരെടുക്കാൻ മറന്നുപോയി. ഡോറെല്ലാം അടച്ചാണ് അവർ പോയത്. ഈ സെലിബ്രേഷൻ വലിയൊരു സെലിബ്രേഷനാണ്, മ്യൂസിക്കൽ പ്രോഗ്രാമൊക്കെ ഉണ്ട്. ഇവർ 2 വശത്തേക്ക് പോയി. പിന്നെ കണ്ടുമുട്ടുന്നത് 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അപ്പോഴാണ് ഇവർ ഓർത്തത്,
ഭർത്താവ് ഓർത്തു ഭാര്യയുടെ കയ്യിൽ കുഞ്ഞുണ്ടെന്ന് ഓർത്തു, ഭാര്യ ഓർത്തു ഭർത്താവിൻ്റെ കയ്യിൽ കുഞ്ഞുണ്ടെന്ന് ഓർത്തു. രണ്ടുപേരും കുഞ്ഞിനടക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. അവർ വേഗം പരിഭ്രമിച്ച് ഓടി വന്നു. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. അവർ വരുമ്പോൾ കണ്ടത് ആ കുഞ്ഞ് ജീവൻ നഷ്ടപ്പെട്ടു, മരിച്ചു കിടക്കുന്നതാണ്. ഇത് പത്രത്തിൽ വന്ന വാർത്തയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇങ്ങനൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മനസ്സിൽ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമോ? ഇതിന് എന്താ പരിഹാരമുള്ളത്? ബോധപൂർവമല്ല, അശ്രദ്ധ അതിനകത്തുണ്ട്. മനുഷ്യരാണ് ചിലപ്പോൾ അശ്രദ്ധ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിന് വലിയ വില കൊടുക്കേണ്ടതായിട്ട് വന്നു. കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെട്ടു. എത്ര തന്നിലേക്ക് തിരിഞ്ഞാലും വേണമെങ്കിൽ എന്താ പോസിബിലിറ്റീസ് ഉള്ളത്? വേണമെങ്കിൽ ഇത് ഓർത്ത് ഇവർക്ക് പരസ്പരം പഴിചാരാം. വലിയ ദുഃഖത്തിലും നിരാശയിലും ആ ഭാര്യയ്ക്ക്, ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് ജീവിക്കാം. ഭർത്താവിന് വലിയ ദുഃഖത്തിലേക്ക് പോകാം, മറക്കാനായിട്ട് മദ്യപാനിയായിട്ട് തീരാം, പരസ്പരം പഴിചാരാം. ഈ സങ്കടത്തിലും ദുഃഖത്തിലും കുറേ മറന്നു പോകും. എന്നാൽ ആരെങ്കിലും ഒരു കുഞ്ഞിനെക്കുറിച്ച് പറയുമ്പോൾ, ഒരു പത്രത്തിൽ സമാനമായ ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലും വായിക്കുമ്പോൾ ഉള്ളിൽ പൊള്ളുന്നൊരു വേദന അനുഭവിക്കേണ്ടതായിട്ട് വരും. കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ മറക്കുമായിരിക്കാം, സാവധാനം. പക്ഷെ എന്നാലും അത് ഒരിക്കലും ഉള്ളിൽ നിന്ന് പോകാനായിട്ട് പോകുന്നില്ല. അതെന്നും ഹൃദയത്തെ വേദനിപ്പിച്ച് ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കും. പ്രിയ സഹോദരങ്ങളെ, സമാനമായ അനുഭവങ്ങളിൽ രക്ഷയ്ക്കായിട്ട് അവർ നോക്കേണ്ടത് ആരിലേക്കാണ്? യേശുവിലേക്കാണ്. അവർ പറയുന്നു, ദൈവമേ, ഞങ്ങളുടെ അശ്രദ്ധ മൂലം ഞങ്ങളുടെ കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെട്ടു. ആ കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെട്ടു. ഞങ്ങൾക്കും അവകാശം എന്താണ്? ഞങ്ങൾക്കും ഇനി മരണത്തിന് അവകാശമുണ്ട്. കാരണം ഞങ്ങൾ മൂലം ഒരു കുഞ്ഞ് മരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണ് ശിക്ഷയായിട്ട് പ്രാപിക്കേണ്ടത്? മരണമാണ്. പക്ഷെ ദൈവമേ, ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു, ഞങ്ങളുടെ പാപത്തിന് പരിഹാര ബലിയായിട്ട് തീർന്നു എന്ന വെളിച്ചം കിട്ടിക്കഴിഞ്ഞാൽ അവർ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവം യേശുനാമത്തിൽ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അവർ പ്രാർത്ഥിക്കുകയും ഹൃദയത്തിൽ ദൈവികമായ സമാധാനം ലഭിക്കുകയും ചെയ്യും. എന്നിട്ട് അവർ ശിഷ്ട ജീവിതം ദൈവഹിതപ്രകാരം ജീവിക്കും. ഇനി ഒരു കുഞ്ഞിനെ നൽകിയാൽ ആ കുഞ്ഞിനെ വളർത്തും. കുഞ്ഞുങ്ങളില്ലെങ്കിൽ ദൈവം ആവശ്യപ്പെടുന്ന പോലെ നന്മയിലും അനുഗ്രഹത്തിലും അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. ഈ ആശ്വാസം കിട്ടാനായിട്ട് നിങ്ങളിലേക്ക് നോക്കിയാൽ കിട്ടില്ല. നിങ്ങളിലേക്ക് നോക്കിയാൽ വീണ്ടും മനസാക്ഷി നിങ്ങളെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കും. ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ സമാനമായ സാഹചര്യങ്ങളിൽ അനേകർ ആശ്വാസം പ്രാപിച്ച് ജീവിതത്തിൽ പ്രത്യാശയിൽ ജീവിക്കുന്നുണ്ട്. ചിലർക്ക് വേണ്ടി ഇപ്പോൾ വീണ്ടും ഒരു സംശയം തോന്നാം, അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യം എന്താണ്? നിങ്ങൾ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കുന്നു, അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യം എന്താണ്? പ്രിയ സഹോദരങ്ങളെ, അതിന് ഉത്തരവുണ്ട്. അതിന് ഉത്തരം മനസ്സിലാക്കണമെങ്കിൽ ക്രിസ്തു രഹസ്യം മുഴുവൻ നിങ്ങൾ സ്വീകരിക്കണം. യേശുവിൻ്റെ ജീവിതം ക്രൂശ് മരണത്തോടെ അവസാനിച്ചിട്ടില്ല. ആ യേശു ക്രിസ്തുവിനെ ദൈവം ഉയർപ്പിച്ചു, കർത്താവും ദൈവമായിട്ട് ഉയർത്തി. ഇന്ന് പിതാവിൻ്റെ വലത് ഭാഗത്ത് തേജസ്സോടെ ക്രിസ്തു വാഴുന്നു. ഞാനിന്ന് എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ, പ്രിയ സഹോദരങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ നിഷേധിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും സമാധാനം പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ പറ്റില്ല. എന്താണത്? ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം. നിത്യജീവൻ എന്ന് പറയുന്ന കാര്യത്തെ നിങ്ങൾ നിഷേധിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ഒരാൾക്കും പൂർണ്ണ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റില്ല. എന്നാൽ നീ എത്ര വലിയ നഷ്ടം അനുഭവിച്ചിട്ടുണ്ടെങ്കിലും, നിന്റെ പ്രിയപ്പെട്ടവരുടെ ആകസ്മികമായി വിയോഗമായിരിക്കാം, സങ്കടങ്ങളായിരിക്കാം, എന്തോ ആയിക്കൊള്ളട്ടെ, നിത്യജീവൻ എന്ന് പറയുന്ന ക്യാൻവാസിൽ നിങ്ങൾ ആ വ്യക്തിയെ ചേർത്ത് വയ്ക്കുമ്പോൾ ഹൃദയത്തിൽ വലിയ പ്രകാശം, വെളിച്ചം നിങ്ങൾക്ക് ലഭിക്കും. ക്രിസ്തുവിൻ്റെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഈ ജീവിതം ഈ ഭൂമിയിൽ അവസാനിക്കാനുള്ളതല്ല. ദൈവം നിറവേറ്റിയ ക്രിസ്തു തേജസ്സോടെ നിൽക്കുന്നത് ശിഷ്യന്മാർ കണ്ടു. ഒരു ക്രൈസ്തവ വിശ്വാസിയുടെ അടിസ്ഥാനപരമായ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് യേശുവിൻ്റെ ഉയർപ്പ്, പുനരുദ്ധാനം. ഈ കാര്യം പ്രകാശിച്ച് കിട്ടിയൊരു വ്യക്തി, ഈ വിഷയത്തിൽ അവന് ഉത്തരവുണ്ട്. ഈ ഭാര്യയും ഭർത്താവും അവർ ക്രിസ്തുവിനെക്കുറിച്ച് സമ്പൂർണ്ണമായ ജ്ഞാനം ലഭിച്ചവരാണ്. ഞങ്ങളുടെ പാപത്തിന് മാത്രമല്ല ക്രിസ്തു കാൽവരി മലയിൽ മരിച്ചത്, അവൻ ഉയർത്തെഴുന്നേറ്റ് നിത്യജീവൻ ഞങ്ങൾക്ക് സ്വന്തമാക്കി തന്നിരിക്കുന്നു. അവൻ സ്വർഗത്തിലുണ്ട്, നിത്യതയിലുണ്ട്. അതുകൊണ്ട് അവർക്കൊരു വെളിച്ചം കിട്ടും. ഞങ്ങളുടെ കുഞ്ഞ്, ശരിയാണ്, ഞങ്ങളുടെ അശ്രദ്ധ മൂലം ആ കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെട്ടെങ്കിലും ആ കുഞ്ഞ് ക്രിസ്തുവിനോട് ചേർന്ന് അനുഗ്രഹത്തിൽ വാഴുന്നു. ഇനി ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം കഴിയുമ്പോൾ ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടും. അന്ന് ഈ കുഞ്ഞിനെ ഞങ്ങൾ കാണും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ബോധ്യമാണ് ക്രിസ്തുവിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. ഇങ്ങനൊരു വിഷയത്തെ കാണാനായിട്ട് നിങ്ങളെ ധൈര്യപ്പെടുത്തുന്നത്, അതിനുവേണ്ടി നിങ്ങൾ തിരിയേണ്ടത് ഏത് ഫിലോസഫിയിലേക്ക് നോക്കിയാലും അതിന് ഉത്തരവില്ല. ഞങ്ങൾ ഈ അച്ഛനാവും പഠിക്കുമ്പോൾ ഇഷ്ടംപോലെ ഈ ഫിലോസഫി പഠിക്കുന്നതാണ്. ഇഷ്ടംപോലെ ഫിലോസഫി എന്ന് വെച്ചാൽ എന്താണ്? ജീവിതത്തെക്കുറിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള ദർശനങ്ങളാണ്. അനേകർ ലൈഫിൽ എങ്ങനെ അനുഗ്രഹം പ്രാപിക്കാം, എങ്ങനെ വിജയം പ്രാപിക്കാം എന്നതിനെക്കുറിച്ച് അവരുടെ ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഒത്തിരി ദർശനങ്ങൾ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ കുറേ പഠിച്ചിട്ടുണ്ട്, വെസ്റ്റേൺ ഫിലോസഫിയും ഈസ്റ്റേൺ ഫിലോസഫിയും ഒക്കെ. പക്ഷേ എല്ലാത്തിനകത്ത് ഒരു കുറവുണ്ട്. ഒരു സമ്പൂർണ്ണമായ വെളിച്ചം തരാൻ ഒരു ഫിലോസഫിയും പറ്റുന്നില്ല.
എന്നാൽ സുവിശേഷത്തിൽ ക്രിസ്തുവിൽ വെളിപ്പെട്ട കാര്യങ്ങൾ സ്വീകരിക്കാൻ നിങ്ങൾക്ക് വെളിച്ചം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയം വലിയ സമാധാനത്തിലേക്ക്, സന്തോഷത്തിലേക്ക് പ്രവേശിക്കും, ആശ്വാസത്തിലേക്ക് പ്രവേശിക്കും. ദ ഹോൾ മിസ്റ്ററി ഓഫ് ക്രൈസ്റ്റ്, യേശു പരമാർത്ഥം, സുവിശേഷത്തിൻ്റെ സമ്പൂർണ്ണതയെക്കുറിച്ച് വെളിച്ചം നിങ്ങൾക്ക് ലഭിക്കണം. അതുകൊണ്ടാണ് ഒരിക്കൽ ഞാൻ നിങ്ങളോട് പങ്കുവച്ചതുപോലെ സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്ക് അനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. യേശുവിൽ ദൈവം പൂർത്തിയാക്കിയ കാര്യങ്ങളെക്കുറിച്ച് വെളിച്ചം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയം വലിയ സമാധാനത്തിലേക്ക്, സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക് പ്രവേശിക്കും. പക്ഷെ കേൾക്കുമ്പോൾ വിശ്വാസം കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിശ്വാസം എന്ന് വെച്ചാൽ എന്താണ്? ഒരു വിഷയത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഉള്ളിൽ കിട്ടുന്ന ഉറപ്പാണ് വിശ്വാസത്തിൻ്റെ ആധാരം, അടിസ്ഥാനം. അപ്പോൾ യേശുവിൽ ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ, യേശുവിൻ്റെ പീഡാസഹനം, മരണം, അവസാനിപ്പിക്കരുത്, ഉത്ഥാനം, സ്വർഗാരോഹണം, ഈ വിഷയങ്ങളെക്കുറിച്ച് പ്രഘോഷിക്കപ്പെടുമ്പോൾ അതേക്കുറിച്ചൊരു ഉറപ്പുള്ളിൽ കിട്ടിക്കഴിഞ്ഞാൽ ഏത് വിഷയത്തിൻ്റെ മേലും നിങ്ങൾക്ക് സമാധാനത്തോടെ, സ്വസ്ഥതയോടെ നിൽക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ ഉള്ളിൽ അനേക നാളായിട്ടൊരു വിഷയത്തെക്കുറിച്ച് നീ ഒരു പോരാട്ടം അനുഭവിക്കുന്നുണ്ടായിരുന്നു. ആ പോരാട്ടത്തിൽ നീ വലിയ സ്വസ്ഥതയിലേക്ക്, സമാധാനത്തിലേക്ക് പ്രവേശിക്കും. നിങ്ങൾക്ക് വചനപുരുഷ ഓർമ്മ കാണുമായിരിക്കാം. ഹെബ്രായ ലേഖനം എടുക്കുക. ഹെബ്രായ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വിശിഷ്ടമായൊരു വചനപ്രകാരമാണ്. ഞാനത് വായിക്കാം. 4-ാം അധ്യായം 2-ാം വാക്യം. അവർക്കെന്നതുപോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത്. എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. പൗലോസ് അപ്പോസ്തലൻ ആ സഭാ സമൂഹത്തിലേക്ക് വന്നിട്ട് പറയാണ്, നിങ്ങളോട് ഞാൻ പറഞ്ഞ അതേ സുവിശേഷം, അതേ വചനം ഞാൻ അപ്പുറത്ത് ഒരു കൂട്ടത്തോട് പ്രസംഗിച്ചു, ഒരു സമൂഹത്തോട് പ്രസംഗിച്ചു. എന്നാൽ അതുകൊണ്ട് അവർക്ക് പ്രയോജനമൊന്നും ഉണ്ടായില്ല. കാരണം എന്താണ്? അവർ അത് വിശ്വസിച്ചില്ല. ക്രിസ്തുവിൽ ദൈവം വെളിപ്പെടുത്തിയ, പൂർത്തിയാക്കിയ കാര്യങ്ങൾ കേട്ടെങ്കിലും അതേക്കുറിച്ചൊരു ബോധ്യം അവർക്കുള്ളിൽ കിട്ടിയില്ല. അതുകൊണ്ട് അവർക്കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടായില്ല. എന്നാൽ വിശ്വസിച്ചവരായ നാം, നിങ്ങളോ വിശ്രമത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് ആ വചനം കേട്ടുള്ള വിശ്വാസം കിട്ടി. അതോടെ നിങ്ങൾ വിശ്രമത്തിലായി. അനേക നാളായിട്ട് നിങ്ങൾ അനുഭവിച്ച വലിയ ചില ഞെരുക്കങ്ങളുടെ മേൽ ക്രിസ്തുവിൽ ദൈവം നൽകിയ ഉത്തരം പ്രഘോഷിക്കപ്പെട്ടപ്പോൾ ഉള്ളിൽ ഉറപ്പ് കിട്ടുകയും നിങ്ങൾ ദൈവത്തിലേക്ക് നോക്കി വിശ്വാസത്തിൽ അത് സ്വീകരിക്കുകയും ചെയ്തപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പ്രശാന്തമായി തീർന്നു, ശാന്തമായിട്ട് തീർന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഞാൻ തുടരുന്നത്. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹ പദ്ധതി നാം എല്ലാം സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിച്ച് ഈ ഭൂമിയിൽ ആത്മഫലങ്ങളാൽ നിറഞ്ഞ് തേജസ്സോടെ, അനുഗ്രഹത്തോടെ, അഭിഷേകത്തോടെ വാഴണം എന്നുള്ളതാണ് ക്രിസ്തുവിൽ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഏറ്റവും വിശിഷ്ടമായ താല്പര്യം. എന്നാൽ പലപ്പോഴും നമുക്കതിന് പറ്റുന്നില്ല. അതിനൊരു കാരണം എന്ന് പറയുന്നത് കഴുകപ്പെടാത്ത മനസാക്ഷിയാണ്. ശ്രമിച്ചാലും വീണ്ടും വീണ്ടും വീണ് പോകുന്നു. ചിലത് ബോധപൂർവമായിരിക്കാം, ചിലത് അശ്രദ്ധ മൂലമായിരിക്കാം, അറിയാതെ ആയിരിക്കാം. പക്ഷെ നിനക്ക് തെറ്റുപറ്റിയെന്ന് അറിയുമ്പോൾ നീ ക്രിസ്തുവിലേക്ക് നോക്കി യേശുനാമത്തിൽ യേശു ചെയ്ത പ്രവൃത്തിയുടെ യോഗ്യതയാൽ സ്വർഗീയ അപ്പച്ചനോട് നിൻ്റെ പാപത്തെക്കുറിച്ച് നീ മാപ്പ് ചോദിക്കുമ്പോൾ നിൻ്റെ മനസാക്ഷി കഴുകിയ ആശ്വാസം ദൈവം നിനക്ക് തരും. എന്തിനു വേണ്ടിയിട്ടാണ്? നീ നിരാശയിലേക്ക് പോകരുത്. വീണ്ടും പിശാച് നിൻ്റെ അവസ്ഥയെ മുതലെടുത്ത് നീ ഭാരപ്പെട്ട ജീവിതം നയിക്കരുത്. വന്നുപോയ കാര്യങ്ങൾ വന്നുപോയി. പക്ഷെ ക്രിസ്തു അതെല്ലാം അതിന് പരിഹാരം ചെയ്ത് കഴിഞ്ഞു. ഇനി നീ ചെയ്യേണ്ടത് എന്താണ്? യേശുവിലേക്ക് നോക്കി പരിശുദ്ധാത്മാവ് തരുന്ന പ്രേരണയനുസരിച്ച് ഒരു തുടർ ജീവിതം, അനുഗ്രഹ ജീവിതം, അഭിഷേക ജീവിതം നയിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള യാത്രയിൽ യേശു ക്രിസ്തു ദൈവം പൂർത്തിയാക്കിയ വിശേഷപ്പെട്ട കാര്യങ്ങൾ, വിശിഷ്ടമായ കാര്യങ്ങൾ നിങ്ങൾക്ക് വെളിച്ചമായിട്ട്, അഭിഷേകമായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.